ഹായ് ഫ്രണ്ട്സ്, LP UP സിലബസ് വൈസ് ക്ലാസ്സിൽ കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ വർഷം ഒന്ന് നോക്കി വെക്കാം. അതായത് കാലഗണനാ ക്രമത്തിൽ എഴുതാനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇത് ഓർത്തു വയ്ക്കാൻ ഒരു കോഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഉഗ്നി എന്നൊരു കോഡ് അല്ലേ? ഉഗ്നി എന്നൊരു കോഡ്. എന്നിട്ട് 30, 31, 32. എന്താണ്? ഉപ്പു സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 31, നിവർത്തന പ്രക്ഷോഭം 32. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നമുക്ക് കിട്ടി 1931 വർഷം. പിന്നെ വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം ഇപ്പൊ നോക്കിയേ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. നമ്മൾ പറഞ്ഞല്ലേ, അയിത്താചരണത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം, ആദ്യത്തെ സംഘടിതമായിട്ട് നടന്നിട്ടുള്ള സത്യാഗ്രഹമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെ സംഘടിത പ്രക്ഷോഭം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിൽ പോലും ഈ അയിത്ത ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിനെതിരെയാണ് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആർക്ക്? കീഴ് ജാതിക്കാർക്കും എന്ത് ചെയ്യണം? ആ ഒരു റോഡുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞു നടന്ന ഒരു പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 3 ആളുകളുണ്ട്. അതായത് 1924 മാർച്ച് 30, കറക്റ്റ് ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് അതാണ്. 1924 മാർച്ച് മാസം 30 എന്താണ്? സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഈ 3 ആളുകളാണ്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 ആളുകൾ ചേർന്നിട്ട് ഈ ഒരു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് പുലയ, ഈഴവ, നായർ സമുദായങ്ങൾ ചേർന്ന് ഈ ഒരു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തു. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേര്, അവർണർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇതിന്റെ ഒരു സമരമുറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമരം സ്റ്റാർട്ട് ചെയ്തത് ആരൊക്കെ ചേർന്നാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ, പുലയ, ഈഴവ, നായർ സമുദായങ്ങൾ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തു. നോക്കിയേ, ഓരോ ദിവസവും ഈ അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേര് വീതം അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ബോർഡ് എന്താണ്? തട്ടി എറിഞ്ഞുകൊണ്ട് ആ ഒരു ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതായിരുന്നു ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്ന് നോക്കാം നമുക്ക്. ടി കെ മാധവൻ, കെ കേളപ്പൻ ഒരു നേതാവാണ്. പിന്നെ പി കേശവമേനോൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അതുപോലെ TR കൃഷ്ണസ്വാമി അയ്യർ, ജോർജ് ജോസഫ്. ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു നമ്മുടെ തൊഴിൽ വാർത്തയുടെ ഒരു സപ്ലിമെന്റിൽ നിന്ന് കിട്ടിയ പേരാണ്. കണ്ണന്തോടത്ത് വേലായുധ മേനോൻ, അതുപോലെ AK പിള്ള, പിന്നെ മന്നത്ത് പത്മനാഭൻ. ഇവരൊക്കെ എന്തായിരുന്നു? ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നേ. 1924 മാർച്ച് 30 ആരംഭിച്ച ആ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ, AK പിള്ള, പി കേശവമേനോൻ, കണ്ണന്തോടത്ത് വേലായുധ മേനോൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, TR കൃഷ്ണസ്വാമി അയ്യരും ജോർജ് ജോസഫ്. ഓക്കെ, അപ്പൊ സത്യാഗ്രഹത്തിന് സവർണ സമുദായത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ S പത്മനാഭ മേനോൻ. മന്നത്ത് പത്മനാഭൻ, S പത്മനാഭ മേനോൻ എന്നിവര് ഈ സവർണ സമുദായത്തിന്റെ പിന്തുണ വൈക്കം സത്യാഗ്രഹത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ്. ഇനി നമുക്ക് സവർണ ജാഥയെ കുറിച്ചൊന്ന് നോക്കാം. മന്നത്ത് പത്മനാഭൻ നടത്തിയ സവർണ ജാഥയെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 1924
നവംബർ 1 മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, വൈക്കം ടു തിരുവനന്തപുരം ആരുടെ നേതൃത്വത്തിൽ? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ. അപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? സവർണ ജാഥ സംഘടിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ച ഡേറ്റ് ആണ് 1924 നവംബർ 1. ഈ സവർണ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് നവംബർ 12 നവംബർ 12. അയിത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊരു മുദ്രാവാക്യമൊക്കെ ആയിരുന്നു ഈ ഒരു സവർണ ജാഥയ്ക്ക് വേണ്ടി മന്നത്ത് പത്മനാഭൻ തയ്യാറാക്കിയത്. അയിത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് 1924 നവംബർ 1. അത് തിരുവനന്തപുരത്ത് എത്തിയത് നവംബർ 12. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതുപോലെ തന്നെ എം ഇ നായിഡുവിന്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു. ഇനി മറ്റൊരു ജാഥയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ മധുരൈ ടു വൈക്കമാണ് ജാഥ സംഘടിപ്പിച്ചത്. അപ്പൊ ഇത് മൂന്നും ഒന്ന് ഓർത്തു വെച്ചേക്കുക. സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, 1924 അല്ലെ, 1924 അപ്പൊ വർഷം വരുന്നത്. പിന്നീട് ഇത് തുടങ്ങി, വൈക്കം സത്യാഗ്രഹം തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ശ്രീമൂലം തിരുനാൾ അന്തരിച്ചു. പിന്നീട് കിരീടാവകാശിയായിട്ട് വരുന്നത് ശ്രീ ചിത്ര തിരുനാളാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാറാണി ആയിരുന്ന സേതുലക്ഷ്മി ഭായി ആയിരുന്നു അക്കാലത്തെ റീജന്റ് ആയിട്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സവർണ ജാഥയൊക്കെ നടത്തി ആ ജാഥയിലെ അംഗങ്ങളൊക്കെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് റീജന്റിന് നിവേദനം നൽകാനായിട്ട് തീരുമാനിച്ചു. ഏത് റീജന്റിന്? റാണി സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം നൽകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ സവർണ ജാഥ നടത്തിയതും അതുപോലെ തന്നെ റീജന്റിന് നിവേദനം നൽകാൻ വേണ്ടി തീരുമാനിച്ചതും ഒക്കെ ഗാന്ധിജിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഓക്കെ, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ വന്നത്. ഇനി നോക്കിയേ, ഈ വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദിവാനായിരുന്നത് ടി രാഘവയ്യയും അതുപോലെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് എം ഇ വാർഡ്സും ആയിരുന്നു ദിവാൻ പദവി വഹിച്ചിരുന്ന വ്യക്തികൾ. അതുകൂടി ഓർത്തു വെക്കുക. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ടി രാഘവയ്യ, വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ എം ഇ വാർഡ്സുമായിരുന്നു ദിവാൻ പദവി വഹിച്ചിരുന്നത്. ഇനി ഗാന്ധിജി എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്? ഗാന്ധിജിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സവർണ ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭന് എന്ത് ചെയ്തത്? നിർദ്ദേശം കൊടുത്തത് ഗാന്ധിജിയാണ്. അതുപോലെ നിവേദനം ആർക്ക് നിവേദനം കൊടുത്തു? റാണി സേതു ലക്ഷ്മി ഭായിക്ക് ഈ ജാഥ അംഗങ്ങൾ ചേർന്ന് നിവേദനം കൊടുത്തതും ഗാന്ധിജിയുടെ ഒരു നിർദ്ദേശം പ്രകാരമായിരുന്നു. അങ്ങനെ നിവേദനങ്ങളൊക്കെ കൊടുത്തെങ്കിൽ പോലും ഇതിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ഗാന്ധിജി കേരളം സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി 1925 കേരളം സന്ദർശിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഗാന്ധിജി 1925 സന്ദർശിക്കുന്നത് 2ാം തവണയാണ്. ഗാന്ധിജി മൊത്തം 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അല്ലേ? വർഷങ്ങൾ ഏതൊക്കെയാ? 1920, 25, 27, 34, 37. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 2ാമത് അദ്ദേഹം കേരളം സന്ദർശിച്ചത് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മഠം ഉണ്ടായിരുന്നു. ആ മഠമാണ് വെല്ലൂർ മഠം എന്ന് പറയുന്നത് കേട്ടോ. വെല്ലൂർ മഠം, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആര്? പൗനാറിലെ സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന ആചാര്യ വിനോബ ഭാവെ. ഓക്കെ, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി അല്ലെങ്കിൽ പൗനാറിലെ സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന ആചാര്യ വിനോബ ഭാവെ ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചു. അതൊന്ന് ഓർത്തു വെക്കുക. പിന്നെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളിൽ ഒരാളാണ് ഗാന്ധിജി, മറ്റൊരാളാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കറെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു.
പെരിയോർ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ ഗാന്ധിജി അങ്ങനെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ചു 1925. ആ സമയത്ത് ഭരണാധികാരിയായിരുന്നത് ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. ഓക്കെ, അപ്പോൾ ഈ സേതു ലക്ഷ്മിഭായി ആയിട്ടും റീജന്റ് ആയിട്ടും ഒക്കെ ഗാന്ധിജി എന്ത് ചെയ്യാണ്? ചർച്ച നടത്തുകയാണ്. അതിന്റെ ഫലമായിട്ട് സത്യാഗ്രഹ സ്ഥലത്തെ പോലീസ് വിന്യാസം അല്ലെ പോലീസിന്റെ ഇടപെടൽ പരിമിതപ്പെട്ടു. ഓക്കെ, പരിമിതപ്പെട്ടു അല്ല, പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ ഫൈനലി 603 ദിവസം നീണ്ടു നിന്ന ആ ഒരു വൈക്കം സത്യാഗ്രഹം എത്ര നാൾ നീണ്ടു നിന്നു? 603 ദിവസം. 603 ദിവസം, ഏതാണ്ട് 20 മാസത്തോളം നീണ്ടു നിന്ന ഈ ഒരു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുകയാണ്. അതായത് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകളെല്ലാം ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാനായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരികയാണ്. 1925 നവംബർ 23 തീയതി എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകള് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ 20 മാസം അല്ലെങ്കിൽ 603 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹം വിജയകരമായിട്ട് അവസാനിച്ചു, സമാപിച്ചു. ഓക്കെ, പല സോഴ്സുകളും നമ്മൾ റെഫർ ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സ് കൂടി പറയാം. ആദ്യം ടി കെ മാധവനുമായി ബന്ധപ്പെട്ട് എന്താ പഠിക്കേണ്ടത്? അയിത്തത്തിനെതിരായിട്ട് ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം. ഓക്കെ, അയിത്തത്തിനെതിരെ ടി കെ മാധവൻ കാക്കിനട സമ്മേളനത്തിൽ എന്ത് ചെയ്തു? ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഏതായിരുന്നു വർഷം? 1923. ഈ കാക്കിനട എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് കാക്കിനട. അപ്പോൾ 1923 അയിത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം. അപ്പൊ ഇതുപോലെ തന്നെ മറ്റൊരു, അതായത് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ഒരു വ്യക്തി ഉണ്ട് 1925. അതാരാന്നറിയാമോ? അതാണ് എൻ കുമാരൻ കേട്ടോ. എൻ കുമാരനാണ്. 1925 തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ പേര് ഒന്നുകൂടി നോക്കാം. വൈക്കം ക്ഷേത്ര റോഡുകളും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ. 1925 അത്. ഓക്കെ, അപ്പൊ ആ പ്രമേയം 21-നെതിരെ 22 വോട്ടിന് പരാജയപ്പെടുകയാണ് ചെയ്തത്. ക്ലിയർ ആയോ? അപ്പോൾ എൻ കുമാരന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് 1925 ടി കെ മാധവൻ അയിത്തത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനമാണ് കാക്കിനട സമ്മേളനം. കാക്കിനട ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ്, അകാലികൾ. ആരാണ് അകാലികൾ? അതായത് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ്, അതായത് സിഖുകാരാണ് അകാലികൾ എന്ന് പറയുന്നത്. ഈ അകാലികളുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആരാണ്? ലാൽ സിംഗ് ആണ്. ലാൽ സിംഗ്. ഇവരെങ്ങനെയാണ് അനുഭാവം പ്രകടിപ്പിച്ചത്? അതായത് വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണശാല തുറന്നു കൊടുത്തുകൊണ്ടാണ് ഈ അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിന് സഹായം നൽകിയത്. മനസ്സിലായോ? വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്നു കൊടുത്തുകൊണ്ട് സഹായം നൽകിയവരാണ് അകാലികൾ. അകാലികളുടെ നേതാവായിരുന്നു ലാൽ സിംഗ്. പഞ്ചാബിൽ നിന്ന് എത്തിയ ആളുകളാണ് അകാലികൾ എന്ന് അറിയപ്പെടുന്നത്. ഗാന്ധിജി ഇടപെട്ടുകൊണ്ട് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അത് ഒരു പാർഷ്യൽ എഗ്രിമെന്റിന്റെ ബേസിസിലായിരുന്നു. അപ്പോൾ ആ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്നാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. എൻ കുമാരൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താ? തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച കാര്യം അല്ലെ. ഇനി അതുപോലെ അടുത്തൊരു പോയിന്റ്, ബഷീറിന്റെ ഒരു കൃതിയാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ് അമ്മ എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനം, ഗാന്ധിജി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ച സമയത്ത് ഒരു അനുഭവക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്ന കൃതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് SCERT ഏതോ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇൻട്രോ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്.
ചാപ്റ്ററിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നമ്മൾ SCERT കവർ ചെയ്യുമ്പോൾ അത് പറയാം. ഓക്കെ, ഇനി നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാണ്? ചിറ്റേടത്ത് ശങ്കുപിള്ള. ചിറ്റേടത്ത് ശങ്കുപിള്ളയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ് ചിറ്റേടത്ത് ശങ്കുപിള്ള. ഓർത്തു വെച്ചേക്കണം. പിന്നെ അടുത്തൊരു പോയിന്റ്, ഒരു പുസ്തകമാണ് വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും. വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും എന്ന് പറയുന്ന കൃതി എഴുതിയത് TK രവീന്ദ്രനാണ്. TK രവീന്ദ്രൻ. ഓക്കെ, ഈ വൈക്കം സത്യാഗ്രഹം വേമ്പനാട് കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കേണ്ട ഒരു എഗ്രിമെന്റ് ആണ് ഗാന്ധി പിറ്റ് എഗ്രിമെന്റ്. ഗാന്ധി പിറ്റ് എഗ്രിമെന്റ് എന്താണ്? നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ സംശയം വരും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 1925 ഗാന്ധിജി കേരളത്തിലെത്തി നമ്മൾ പറഞ്ഞു. 1925 മാർച്ച് മാസം മഹാത്മാഗാന്ധി വൈക്കത്ത് എത്തി. എന്നിട്ട് എന്താണ്, വൈക്കം സത്യാഗ്രഹ നേതാക്കളും അതോടൊപ്പം മഹാറാണി ആ സമയത്ത് റീജന്റ് ആയിട്ടുണ്ടായിരുന്ന സേതുലക്ഷ്മി ഭായിയും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ചർച്ചയുടെ റിസൾട്ടായിട്ട് തിരുവിതാംകൂറിലെ പോലീസ് കമ്മീഷണർ ആയിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് WF പിറ്റ്. ഓക്കെ, WF പിറ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആ സമയത്തെ പോലീസ് കമ്മീഷണർ ആയിരുന്നു. അപ്പൊ അദ്ദേഹവും ഗാന്ധിജിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് റെഡിയാക്കി. ആ ഒരു എഗ്രിമെന്റിനെയാണ് ഗാന്ധി പിറ്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എഗ്രിമെന്റിന്റെ റിസൾട്ടായിട്ടാണ് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാനുള്ള ഉത്തരവ് വരുന്നത്. ഓക്കെ, ഉത്തരവ് വരുന്നത് ഏതു മാസമാണ്? 1925 നവംബർ 23 അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു എഗ്രിമെന്റിന്റെ റിസൾട്ട് ആയിട്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് വന്നത്. പക്ഷെ ഈ ഒരു ഉത്തരവിൽ നമ്മളുടെ EV രാമസ്വാമി നായ്ക്കർ ഉണ്ടല്ലോ. ആരാണ്? പെരിയോർ അല്ലെങ്കിൽ വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ അസംതൃപ്തി പ്രകടിപ്പിച്ചു. ഗാന്ധിജിയുടെ അഭിപ്രായവുമായി യോജിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ ഒരു കാരണത്താൽ കോൺഗ്രസ് വിടുകയും ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞില്ലേ, ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. ആർക്കാണ്? സേതുലക്ഷ്മി ഭായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ആ ഒരു നിവേദനത്തിൽ 23,000-ഓളം ജാഥ അംഗങ്ങൾ ഒപ്പിട്ടു. ഓക്കെ, ഇതിന് നേതൃത്വം കൊടുത്ത, ഈ ഒരു നിവേദനം പ്രിപ്പയർ ചെയ്യാനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് ഈ ഒരു നിവേദനം സമർപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത വ്യക്തി. ക്ലിയർ ആവുന്നുണ്ടോ? വൈക്കം സത്യാഗ്രഹം ആസൂത്രണം ചെയ്തത് എറണാകുളത്ത് വെച്ചിട്ടാണ്. വൈക്കം സത്യാഗ്രഹം ആസൂത്രണം ചെയ്തത് എറണാകുളത്ത് വെച്ചിട്ടാണ്. അതായത് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ ഒരു കമ്മിറ്റിയാണ് കേട്ടോ. കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്നത് ഒരു കോൺഗ്രസ് കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാ? അയിത്തോച്ചാരണത്തിനെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കോൺഗ്രസ് കമ്മിറ്റിയാണ് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് KP കേശവ മേനോൻ, അതുപോലെ തന്നെ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഓക്കെ, ഈ രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. അയിത്തോച്ചാരണത്തിനെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി ആയിരുന്നു. KP കേശവ മേനോൻ, കുരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. പിന്നെ എറണാകുളത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? വൈക്കം സത്യാഗ്രഹം ആ ഒരു ആസൂത്രണങ്ങളൊക്കെ ചെയ്തത് എറണാകുളത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ഈ ബുക്കിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹവും ഗാന്ധിയും അല്ലേ? അത് TK രവീന്ദ്രന്റെ ഒരു പുസ്തകമാണ്. അങ്ങനെ യഥാസ്ഥിതികരുടെ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിതമായിട്ടുള്ള പ്രക്ഷോഭം അല്ലെ സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 ആരംഭിച്ചു അല്ലെ? മാർച്ച് 30 ആരംഭിച്ചു. 1925 നവംബർ 23 കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാനായിട്ട് ഉത്തരവായി. 1925 നവംബർ 23. കൂടാതെ 1928 എന്താണ്? തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ടുള്ള വിളംബരവും പുറപ്പെടുവിച്ചു. അത് ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്.
ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ആണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്, നമ്മൾ ഈ കോഡ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്നറിയാം, നമ്മുടെ മനസ്സിൽ അങ്ങ് പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉഗുനി എന്ന കോഡ് എന്താണ്? ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം 30, 31, 32. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു കഥ പോലെ പറയാം, ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ്സിലേക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒന്ന് കേൾക്കുക, നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. കഥ പോലെ പറയുന്നു, പിന്നെ ആ കഥയെ ഡിവൈഡ് ചെയ്ത് പോയിന്റ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ആ കഥ അങ്ങ് കേട്ടോ. എന്താണ്? ഹരിജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന അവകാശം നേടുന്നതിന് വേണ്ടിയിട്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ അല്ലെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എന്താണ് പറഞ്ഞ പോയിന്റ്? ഹരിജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന അവകാശം നേടുന്നതിന് വേണ്ടിയിട്ട് കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ. അപ്പൊ ആലോചിക്കുക, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച് കെ പി സി സി ആണ്. കെ പി സി സിയുടെ നേതൃത്വത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതാണ് കെ പി സി സി. കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1931 നവംബർ 1 ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1931 നവംബർ 1 മുതൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ കെ പി സി സി യോഗം തീരുമാനിച്ചു. എന്നാണ്? ഓഗസ്റ്റിലാണ് തീരുമാനിക്കുന്നത്. 1931 നവംബർ 1 തൊട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം? ഗുരുവായൂർ ക്ഷേത്രത്തില് സത്യാഗ്രഹം ആരംഭിക്കാം. അങ്ങനെ സെപ്റ്റംബർ 25 മലബാറിൽ ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിക്കുകയാണ്. സെപ്റ്റംബർ 25 ഓക്കെ. സെപ്റ്റംബർ 25 1931 സെപ്റ്റംബർ 25 മലബാറിൽ ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചു. അത് കഴിഞ്ഞ് ഒക്ടോബർ മാസം 21 മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനായിട്ടും അതുപോലെ തന്നെ കെ കേളപ്പൻ സെക്രട്ടറി ആയിട്ടും വിവിധ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു ഐത്തോച്ചാടന കമ്മിറ്റി രൂപവൽക്കരിച്ചു. ഓക്കെ. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. രണ്ടിടത്തും പി ഉണ്ട്. പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഇത് മാറിപ്പോകുന്നൊരു പോയിന്റ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. പ്രസിഡന്റ് പത്മനാഭൻ. ഓക്കെ. സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പൻ. അപ്പൊ വിവിധ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു ഐത്തോച്ചാടന കമ്മിറ്റിക്ക് രൂപം നൽകി. പിന്നീട് ഈ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നവംബർ 1 സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. ഓക്കെ. ഈ ഒരു സത്യാഗ്രഹത്തിന്റെ സന്നദ്ധ സംഘത്തിന്റെ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ്? എ കെ ഗോപാലൻ ആണ്. AKG ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ മീൻസ് പ്രസിഡന്റ്. ഓക്കെ. അപ്പൊ പി ഉള്ളത് എന്താണ്? പത്മനാഭനിലാണ് പി ഉള്ളത്. അപ്പൊ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കെ കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ സന്നദ്ധ സംഘത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് AKG ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി സത്യാഗ്രഹം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു കേട്ടോ. ഈ ഒരു സത്യാഗ്രഹം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. ഭാരതത്തിന്റെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും മറ്റാളുകളും ഒക്കെ ഈ സത്യാഗ്രഹികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരേക്ക് എത്തുകയാണ്. എന്നാൽ ക്ഷേത്രപ്രവേശനത്തിനെതിരായിട്ടുള്ള തന്റെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്തെ ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി ഇങ്ങനെ ഒരു താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. 1931 ഡിസംബർ 26 സത്യാഗ്രഹ വിരോധികൾ AK ഗോപാലിനെ ആക്രമിച്ചു. ഓക്കെ. അങ്ങനെ AK ഗോപാലൻ അക്രമത്തിന് ഇരയാവുകയാണ്. അപ്പോൾ AK ഗോപാലിന് അക്രമത്തിന് ഇരയായപ്പം എല്ലാവരും സടകുടഞ്ഞെണീറ്റു. ഇത് ജനങ്ങളെ എല്ലാം പ്രകോപിപ്പിച്ചു. അവര് പ്രതിബന്ധങ്ങളെല്ലാം തകർത്തുകൊണ്ട് ബലം പ്രയോഗിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ. അങ്ങനെ അധികൃതർ, സാമൂതിരിയുടെ കീഴിലുള്ള ആ ആളുകൾ, ആ അധികൃതരെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചു 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടാമെന്ന്. അങ്ങനെ 1 മാസത്തോളം ഗുരുവായൂർ ക്ഷേത്രം അടച്ചിട്ടു. സത്യാഗ്രഹം 10 മാസത്തോളം പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെ കെ കേളപ്പൻ എന്ത് ചെയ്യാണ്? അനിശ്ചിതകാല നിരാഹാരം തുടങ്ങാൻ വേണ്ടി പോവാണ്. 1932 സെപ്റ്റംബർ 21 എന്ത് ചെയ്യുന്നത്? കെ കേളപ്പൻ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. 1932 സെപ്റ്റംബർ 21 നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങുകയാണ്. ഗാന്ധിജി ഈ ഒരു നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോട് പറഞ്ഞു? കെ കേളപ്പനോട് പറയുകയാണ്. അപ്പോ കെ കേളപ്പൻ പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചു. എന്നാണ് 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാണ്? നിരാഹാരം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തിവെച്ചു.
ഈ ഒരു സത്യാഗ്രഹത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പൊന്നാനി താലൂക്ക്, അന്ന് പൊന്നാനി താലൂക്കിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ പൊന്നാനി താലൂക്കിൽ ഒരു ജനഹിത പരിശോധന നടത്തുകയാണ്. ഓക്കെ, ജനഹിത പരിശോധന നടത്തുന്നത് 1932 ഈ ജനഹിത പരിശോധനയിൽ 77% സവർണ ഹിന്ദുക്കൾ അവർണരുടെ ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. മനസ്സിലായോ? ജനഹിത പരിശോധനയുടെ റിസൾട്ട് ആണ് പറയുന്നത്. 77% സവർണ ഹിന്ദുക്കളും പറഞ്ഞത് എന്താണ്? അവർണർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചോട്ടെ എന്നുള്ള അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. നമുക്ക് പോയിന്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം എന്ന് പറയുന്നത് 1931 വടകര സമ്മേളനമാണ്. ഓക്കെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, കേരള പ്രദേശ് എന്നും കാണുന്നുണ്ട്, കേരള പ്രൊവിൻഷ്യൽ എന്നും കാണുന്നുണ്ട് കേട്ടോ. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും കാണുന്നുണ്ട്. അത് നമ്മൾ ഓപ്ഷൻ അനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്കത് കറക്റ്റ് നോക്കിയിട്ട് കിട്ടിയില്ല, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC. KPCC 1931 വടകര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ 1931 നവംബർ 1 ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ നേതാക്കളായിരുന്നത് KK എളപ്പനും അതുപോലെ മന്നത്ത് പത്മനാഭനും ഒക്കെ ആയിരുന്നു. മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ് ആയിരുന്നു. സെക്രട്ടറി ആയിരുന്നത് KK എളപ്പനാണ്. പിന്നെ വരുന്നത് അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് AK ഗോപാലനും ഉണ്ടായിരുന്നേ. പിന്നെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അതായത് T സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു കേട്ടോ. പിന്നീട് അടുത്തൊരു പോയിന്റ് വരുന്നത് വടകര സമ്മേളനം. നമ്മൾ പറഞ്ഞില്ലേ, INCയുടെ വടകര സമ്മേളനം 1931 ആരംഭിച്ചതെന്ന്. അപ്പൊ അതിന്റെ നേതാവായിരുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു JM സെൻഗുപ്ത എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ഈ AKG എന്ത് ചെയ്യുന്നുണ്ട്? AK ഗോപാലിനെ 1931 ഡിസംബർ 26 എന്ത് ചെയ്യാണ്? ആക്രമിക്കുകയാണ്. 1931 ഡിസംബർ മാസം 26 എന്ത് ചെയ്യുന്നു? സത്യാഗ്രഹ വിരോധികൾ AK ഗോപാലനെ ആക്രമിച്ചു. അപ്പൊ അതോടുകൂടിയിട്ട് എന്താണ്? ജനങ്ങളൊക്കെ വളരെ പ്രകോപിതരായി അവർ പ്രതിബന്ധങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? അധികൃതർ സാമൂതിരിയുടെ അണ്ടറിലുള്ള ആളുകൾ ചേർന്നിട്ട് 1 മാസത്തോളം ഈ ഒരു ക്ഷേത്രം അടച്ചിട്ടു. പിന്നീട് KK എളപ്പൻ എന്താ ചെയ്യുന്നത്? നിരാഹാരം ആരംഭിച്ചു. 1932 സെപ്റ്റംബർ 21 KK എളപ്പൻ നിരാഹാരം ആരംഭിക്കുന്നത്. KK എളപ്പൻ എന്താരംഭിച്ചു? നിരാഹാരം ആരംഭിച്ചു. KK എളപ്പൻ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി. അപ്പോൾ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി അന്ന് ഇവിടെ ഇല്ല. അപ്പൊ ഗാന്ധിജി അവിടുന്ന് കമ്പി അടിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു? 1932 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് എന്ത് ചെയ്തു? നിരാഹാരം അവസാനിപ്പിച്ചു. KK എളപ്പൻ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവസാനിപ്പിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി സത്യാഗ്രഹത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടത്തി. ഓക്കെ, ജനഹിത പരിശോധന നടത്തിയ വർഷം 1932 അപ്പൊ ആ ഒരു ജനഹിത പരിശോധനയിൽ എന്താണ്? 77% സവർണരും അവർണരുടെ ക്ഷേത്ര പ്രവേശനത്തെ അനുകൂലിച്ചു. മനസ്സിലായോ? ഓക്കെ, ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ അബ്രാഹ്മണൻ ആരാണ്? PSCയുടെ ഒരു PYQ ആണ്. P കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ അബ്രാഹ്മണൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം. അത് ജോർജ് ജോസഫ്. ആദ്യത്തെ വ്യക്തി നോക്കാം നമുക്ക്. ജോർജ് ജോസഫ്. ഓക്കെ, ജോർജ് ജോസഫ്. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാമല്ലോ. അപ്പോൾ ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, പിന്നെ അതുപോലെ അബ്ദുൾ റഹ്മാൻ.
അബ്ദുൾ റഹ്മാൻ. ഓക്കെ, ഇപ്പൊ ഇത്രയും 3 പേരാണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളെ ചോദിക്കുമ്പോൾ ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവരായിരുന്നു. ക്ലിയർ അല്ലേ? ഇനി ഈ സംഭവങ്ങളൊക്കെ, അതായത് ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒന്നുകിൽ ആ ഒരു സത്യാഗ്രഹവും അതിന്റെ ലീഡേഴ്സും തരും, അല്ലെങ്കിൽ സത്യാഗ്രഹവും ഇയറും തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാലഗണന ക്രമത്തിലാക്കുക. അല്ലെങ്കിൽ സത്യാഗ്രഹവും ലീഡേഴ്സും ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് വരാം. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയൊക്കെ ആ ഒരു വർഷം, ലീഡേഴ്സ്, പിന്നെ വരുന്നത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകൾ നമ്മൾ 1-2 പറഞ്ഞല്ലോ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ് കേട്ടോ. ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുമ്പോൾ എന്താണ്? തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായിട്ടുള്ള വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ്? തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. നടന്നത് 1936 നവംബർ 12. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഡേറ്റ് ആണ് 1936 നവംബർ 12. മലയാള വർഷം ചോദിച്ചാൽ 1112 തുലാം 27-ാം തീയതി അദ്ദേഹത്തിന്റെ 25-ാം ജന്മദിനത്തിലാണ് ഇദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഡേറ്റ് ഓർത്ത് വെക്കണം, 1936 നവംബർ 12. ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ഓക്കെ, അപ്പൊ ആ സമയത്തെ ദിവാനായിരുന്ന വ്യക്തിയാണ് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യരാണ് ആ സമയത്ത് ദിവാനായിരുന്നത്. ഓക്കെ, ക്ഷേത്രപ്രവേശന വിളംബരം നടത്താനായിട്ട് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ്, സർ CP രാമസ്വാമി അയ്യർ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ചിത്തിര തിരുനാൾ നടത്തി, അല്ലെങ്കിൽ ആ ഒരു വിളംബരം പുറപ്പെടുവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ചിത്തിര തിരുനാൾ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞ് വിളംബരം കൊണ്ടുവരികയല്ല ചെയ്തത്. അതിന് പിന്നിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറേ പ്രക്ഷോഭങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് TK മാധവനാണ്. TK മാധവനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത്. ഇപ്പോൾ TK മാധവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റ്സ് നമുക്കറിയാം അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന്റെ പിതാവ്, ഇതൊക്കെ PYQ ആണ് കേട്ടോ. കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന്റെ പിതാവ്, കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ നേതാവ്, പിന്നെ അതുപോലെ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി, പിന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ്, കേരള നവോത്ഥാനത്തിന്റെ മേഘ ജ്യോതിസ് എന്നെല്ലാം അറിയപ്പെടുന്നത് TK മാധവനാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 1919 ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു പ്രമേയം, ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു പ്രമേയം ശ്രീമൂലം പ്രജാസഭയിൽ, ശ്രീമൂലം പ്രജാസഭ, ഓക്കെ, ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായിട്ട് ഇദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ TK മാധവൻ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. വർഷം 1919. പിന്നെ നമുക്ക് മറ്റൊരു പ്രമേയം നമുക്കറിയാം, എന്താണ്? 1923 കാക്കിനഡ സമ്മേളനം അല്ലെ. കാക്കിനഡ സമ്മേളനത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു INC സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. അത് വൈക്കം സത്യാഗ്രഹത്തിന്റെ അതിന് തൊട്ട് മുൻപായിട്ടാണ് അല്ലെ. അപ്പോൾ ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അതിനുശേഷം തിരുവിതാംകൂർ സർക്കാർ പിന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട്. തിരുവിതാംകൂർ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. തിരുവിതാംകൂർ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ ക്ഷേത്രപ്രവേശനം വേണമെന്നൊക്കെ തുടരെ ആവശ്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നടത്തി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ തിരുവിതാംകൂർ സർക്കാർ നിയോഗിക്കുകയാണ്. വർഷം 1932. 1932 തിരുവിതാംകൂർ സർക്കാർ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നു. അതായത് ചിത്തിര തിരുനാളാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ചിത്തിര തിരുനാൾ 1931 മുതൽ 1949 വരെയാണല്ലോ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ഈ ഒരു കമ്മിറ്റി വരുന്നത് 1932. ചിത്തിര തിരുനാളാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് VS സുബ്രഹ്മണ്യ അയ്യരാണ്. VS
സുബ്രഹ്മണ്യ അയ്യർ, VS സുബ്രഹ്മണ്യ അയ്യരാണ് ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ ഈ കമ്മിറ്റി 1934 റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു മലയാളി കവിയാണ് ആര്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, അതായത് VS സുബ്രഹ്മണ്യൻ അയ്യർ കമ്മിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ചിത്ര തിരുനാൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? VS സുബ്രഹ്മണ്യ അയ്യർ. അതിൽ ഒരു മെമ്പറായിരുന്ന മലയാള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്ന് പറയുമ്പോൾ ആധുനിക കവിത്രയത്തിലെ ഒരു വ്യക്തിയാണ് അല്ലേ? ഒരു ആധുനിക കവിത്രയം, ആശാൻ ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരായിരുന്നു VS സുബ്രഹ്മണ്യൻ അയ്യർ കമ്മിറ്റിയിലെ മലയാള കവി എന്ന് പറയുന്നത്. ഇദ്ദേഹം തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച മലയാള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. അപ്പൊ ഈ ഒരു കമ്മിറ്റി 1934 എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് 1935 ചെങ്ങന്നൂരിൽ വെച്ചിട്ട് ഒരു ഹരിജൻ സമ്മേളനം നടക്കുന്നുണ്ട്. ഹരിജൻ സമ്മേളനം. ഓക്കെ, ഈ ഒരു ഹരിജൻ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ച വ്യക്തി ജി രാമചന്ദ്രൻ ആയിരുന്നു. ജി രാമചന്ദ്രൻ. ഓക്കെ, അപ്പോൾ 1935 ചെങ്ങന്നൂരിൽ വെച്ചിട്ട് ഒരു ഹരിജൻ സമ്മേളനം നടക്കുന്നു. അതിന്റെ അധ്യക്ഷത വഹിച്ചത് ജി രാമചന്ദ്രൻ ആയിരുന്നു. പിന്നെ കേരള ഹരിജൻ സേവക് സംഘ്. ഓക്കെ, കേരള ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്ന ഒരു സംഘടന എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് വെച്ച് അവരുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി രൂപീകരിക്കണം, അതുപോലെ കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കണം, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ കേരള ഹരിജൻ സേവക് സംഘ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന തീരുമാനമെടുക്കുകയാണ്. ഓക്കെ, കേരള ഹരിജൻ സേവക് സംഘ്. ഓക്കെ, 1936 ഇവർ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് കൂടുന്നത്. ഈ ഒരു മീറ്റിംഗിൽ ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി രൂപീകരിക്കണം, കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സംഘത്തിന്റെ അന്നത്തെ പ്രസിഡന്റായി ചാർജ് എടുത്തത് GD ബിർളയാണ്. GD ബിർള. ഓക്കെ, അതിന്റെ അധ്യക്ഷനായിരുന്നത് GD ബിർളയാണ്. GD ബിർള അധ്യക്ഷനും, അതുപോലെ AV താക്കർ സെക്രട്ടറിയുമായിരുന്നു. മനസ്സിലായോ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കേരള ഹരിജൻ സേവക് സംഘിനെ കുറിച്ചാണ്. 1936 തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ്, അതായത് കേരള ഹരിജൻ സേവക് സംഘിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതിൽ വെച്ചിട്ട് അവർ തീരുമാനിക്കുകയാണ് ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി രൂപീകരിക്കണം, അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കണം എന്നൊക്കെ. അതിന് പ്രസിഡന്റായ ആ ഒരു സംഘത്തിന്റെ അന്നത്തെ മീറ്റിംഗിൽ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നത് GD ബിർളയും സെക്രട്ടറി ആയിട്ടുള്ളത് AV താക്കറുമായിരുന്നു. ഓക്കെ, പിന്നെ കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 1936 ഏപ്രിൽ 19. 1936 ഏപ്രിൽ 19 കേരളത്തില് ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിച്ചത്. കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ച ഡേറ്റ് ആണ് 1936 ഏപ്രിൽ 19. നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം പഠിച്ചപ്പോൾ അവിടെ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. എന്താണ്? മലബാറിൽ ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചു എന്ന്. എന്നായിരുന്നു അത്? 1931 സെപ്റ്റംബർ 25 മലബാറിൽ ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചത്. ഓക്കെ, 1931 സെപ്റ്റംബർ 25. ഇത് 1936 ഏപ്രിൽ 19 കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് വെച്ച് ഒരു കേരള ക്ഷേത്രപ്രവേശന സമ്മേളനം നടക്കുന്നുണ്ട്. ഓക്കെ, കേരള ക്ഷേത്രപ്രവേശന സമ്മേളനം നടക്കുന്നു. ആ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ശ്രീമതി രാമേശ്വരി നെഹ്റു. ഓക്കെ, ജസ്റ്റ് പോയിന്റ്സ് മാത്രമാണ് എഴുതി പോകുന്നത്, നിങ്ങളത് നോട്ടായിട്ട് എഴുതി വെക്കുക കേട്ടോ. ഇത് വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? തിരുവനന്തപുരത്ത് വെച്ച് കേരള ക്ഷേത്രപ്രവേശന സമ്മേളനം നടക്കുന്നു. അതിന്റെ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് രാമേശ്വരി നെഹ്റു. ഓക്കെ, അപ്പൊ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുകയാണ്. എവിടെ? കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ ശ്രീമതി രാമേശ്വരി നെഹ്റു അധ്യക്ഷയായിട്ടുള്ള തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ K കേളപ്പൻ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ആ പ്രമേയത്തിന്റെ
കണ്ടന്റ് എന്തായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരള ക്ഷേത്ര പ്രവേശന സമ്മേളനത്തിൽ കേളപ്പൻ അവതരിപ്പിച്ച പ്രമേയം. ആ പ്രമേയത്തിൽ പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ 1936 നവംബർ 3 ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറിയല് അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചു. 1936 നവംബർ 3 55,000 സവർണർ വരെ പറയുകയാണ് അവർണറായിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു മെമ്മോറിയൽ സമർപ്പിക്കുകയാണ്. ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ച വർഷമാണ് 1936 നവംബർ 3. ഓക്കെ, ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ആയിട്ടാണ് 1936 നവംബർ 12 എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം വിളംബരം ചെയ്തുകൊണ്ട് നമ്മുടെ ചിത്തിര തിരുനാൾ ഉത്തരവ് കൊണ്ടുവരുന്നത്. മനസ്സിലാവും? ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 1936 നവംബർ 12 ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്യുന്നുണ്ട് അല്ലേ തിരുവിതാംകൂറിൽ. അപ്പൊ അതുവരെ അവർണറായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല. അവർക്ക് ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രപ്രവേശനം നേടിയെടുക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് എത്തിയത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ അതിനുള്ളിൽ കുറെ ആളുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. TK മാധവന്റെ കാര്യം പറഞ്ഞു. പിന്നെ 1919 അദ്ദേഹം എന്ത് ചെയ്തു? ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. പിന്നെ 1932 തിരുവിതാംകൂർ സർക്കാർ ഒരു കമ്മിറ്റി കൊണ്ടുവന്നു, VS സുബ്രഹ്മണ്യ അയ്യർ കമ്മിറ്റി. പിന്നെ അതിന്റെ റിപ്പോർട്ട് എന്താണ്? ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുന്ന റിപ്പോർട്ട് ആയിരുന്നില്ല. ആ ഒരു കമ്മിറ്റിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു മലയാളി കവിയാണ് ഉള്ളൂർ S പരമേശ്വര അയ്യർ എന്ന് പറഞ്ഞു. പിന്നെ 1936 കേരള ഹരിജൻ സേവക് സംഘത്തിന്റെ ശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. GD ബിർളയും AV താക്കറും നമ്മളുടെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റി കേരള ഹരിജൻ സേവക് സംഘത്തെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ശ്രീമതി മഹേശ്വരി നെഹ്റു എന്ത് ചെയ്തു? ക്ഷേത്രപ്രവേശന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയതിന്റെ ഒരു അധ്യക്ഷത വഹിച്ച വ്യക്തിയായിരുന്നു കേളപ്പൻ. അവിടെ ഒരു പ്രമേയം കൊണ്ടുവന്നു. പിന്നീട് 55,000 പേർ ഒപ്പിട്ടിട്ടുള്ള ഒരു സവർണർ ഒപ്പിട്ടിട്ടുള്ള ഒരു മെമ്മോറിയൽ ദിവാനായിട്ടുള്ള CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചു 1936 നവംബർ 3. അതിന്റെയൊക്കെ റിസൾട്ട് ആയിട്ട് 1936 നവംബർ 12 ചിത്തിര തിരുനാൾ എന്ത് ചെയ്യാണ്? തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതിനുശേഷം വിളംബരം വന്നതിന് ശേഷം പഠിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. നടന്നത് 1936 നവംബർ 12. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഡേറ്റ് ആണ് 1936 നവംബർ 12. മലയാള വർഷം ചോദിച്ചാൽ 1112 തുലാം 27 അദ്ദേഹത്തിന്റെ 25ാം ജന്മദിനത്തിലാണ് ഇദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഡേറ്റ് ഓർത്ത് വെക്കണം, 1936 നവംബർ 12. ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ഓക്കെ, അപ്പൊ ആ സമയത്തെ ദിവാനായിരുന്ന വ്യക്തിയാണ് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യരാണ് ആ സമയത്ത് ദിവാനായിരുന്നത്. ഓക്കെ, ക്ഷേത്രപ്രവേശന വിളംബരം നടത്താനായിട്ട് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ്. സർ CP രാമസ്വാമി അയ്യരാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ്? ഉള്ളൂരാണ്. ഉള്ളൂർ S പരമേശ്വര അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യരാണ്. ഓർത്തു വെക്കണം, ഇത് PYQ ആണ്. ഒരു പ്രിലിംസിനോ മറ്റോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ഉള്ളൂർ S പരമേശ്വര അയ്യർ. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷണങ്ങൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗാന്ധിജി പറഞ്ഞൊരു കാര്യം കൂടി നോക്കാം. ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു.
ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ എന്താണ് ആധുനിക ലോകത്തെ മഹാത്ഭുതം, എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓർത്തു വെക്കുക. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ആധുനിക ലോകത്തെ അത്ഭുതം, മഹാത്ഭുതം, ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരമാണ്. സ്പിരിച്വൽ മാഗ്ന കാർട്ട, കേരളത്തിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നുണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് ടി.കെ. വേലുപ്പിള്ളയാണ്. ടി.കെ. വേലുപ്പിള്ള. ഗാന്ധിജി തന്നെ മറ്റൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആധുനിക കാലത്തെ മഹാത്ഭുതം, അതുകൂടാതെ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി. ഓക്കെ, ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഏറ്റവും അവസാനം കേരളത്തിൽ വരുന്നത്. വർഷം നമുക്ക് ഒന്നുകൂടെ നോക്കാം. 20, 25, 27, 34, 37. ഗാന്ധിജി ഏറ്റവും അവസാനം കേരളത്തിൽ വന്നത് 1937 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. ഈ അവസാന വരവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു തീർത്ഥാടനം. അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ സി രാജഗോപാലാചാരി പറഞ്ഞത് ഇങ്ങനെയാണ്: ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം. ഓക്കെ, ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും അതുപോലെ രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി. നമ്മൾ പറഞ്ഞില്ലേ, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ചിത്ര തിരുനാളാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആര്? അടുത്തൊരു ചോദ്യം UP അസിസ്റ്റന്റ് 2020 ചോദിച്ചൊരു ചോദ്യമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ടി.കെ. മാധവൻ. ഓക്കെ, ടി.കെ. മാധവനാണ്. ടി.കെ. മാധവൻ. ഈ 3 ചോദ്യങ്ങളും മാറിപ്പോവാതെ പഠിച്ചു വെക്കണം. ടി.കെ. മാധവൻ പ്രയോക്താവ്. ഓക്കെ, പ്രയോക്താവ് ടി.കെ. മാധവനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. അതും UP അസിസ്റ്റന്റ് 2020 തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ പുറപ്പെടുവിച്ചതാണെങ്കിൽ ചിത്ര തിരുനാളാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം അദ്ദേഹം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഗാന്ധിജി പറഞ്ഞ കോട്ട് 2 കാര്യങ്ങളുണ്ട്. എന്താണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം എന്ത് പേരിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടനം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് 3 പോയിന്റ്സും കൂടി ഈ ഭാഗത്ത് നോക്കാനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. 1936 നവംബർ മാസം 12 എന്ത് ശ്രീ ചിത്ര തിരുനാള് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ മലബാറിലെയും കൊച്ചിയിലെയും ക്ഷേത്രപ്രവേശന വിളംബരം കൂടി നോക്കാം. മലബാർ ആണെങ്കിൽ 1947 ജൂൺ 2 1947 ജൂൺ 2 മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അടുത്തത് കൊച്ചിയിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? 1947 ഡിസംബർ 20. ഓക്കെ, തിരുവിതാംകൂർ ആണെങ്കിൽ 1936 നവംബർ 12 നമുക്കറിയുന്ന ഡേറ്റ. മലബാറും കൊച്ചിയും സെയിം ഇയർ ആണ്, 1947. മലബാറിൽ ജൂൺ 2 കൊച്ചിയിലാണെങ്കിൽ ഡിസംബർ 20 ഡിസംബർ 20 കൊച്ചി, ജൂൺ 2 മലബാർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് നമ്മൾ LP UP സിലബസിലെ കേരള നവോത്ഥാനം ആ ഒരു ഭാഗത്ത് നമുക്ക് തന്നിട്ടുള്ള വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഈ 3 ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. റിവിഷൻ പ്ലാനും വീക്ക്ലി എക്സാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ടെലഗ്രാം ചാനലിലാണ്. തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക്